ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സ്കൂൾ. സ്കൂൾ തുറക്കാൻ പോവാണ്, അതറിഞ്ഞില്ലേ? അപ്പോൾ ഓക്കെ, നമ്മളെന്താണ് ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു ആഘോഷത്തിമിർപ്പിലായിരിക്കില്ലേ? എല്ലാവരും ഓണാഘോഷത്തിലായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നബിദിനും കഴിഞ്ഞു. അപ്പോൾ നബിദിനും ഓണാഘോഷമൊക്കെ മിക്സാക്കി കളറാക്കി അടിപൊളിയാക്കി ചില്ലാക്കിയിട്ടുണ്ടാവും. കുറേ ആൾക്കാർ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടാവും. ഞങ്ങളൊരു ലോങ് ട്രിപ്പൊക്കെ പോയി കുറേ ട്രക്കൊക്കെ ചെയ്ത് ഭയങ്കര ജാളി ജൂളിയാക്കിയാണ് ഫുൾ എൻജോയ്മെൻ്റ് ആണ് ഇപ്പോൾ. ഓക്കെ, നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്, ഓണം എക്സാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ സ്കൂളിൽ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് ഇങ്ങനെ കയറണം. അതെ, ബിക്കോസ് സെപ്റ്റംബർ 23 മൺഡേ, ഓക്കെ, സെപ്റ്റംബർ 23 മൺഡേ എന്താണ്, സ്കൂൾ റീ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ചില ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റൂല. കാരണം നമ്മൾക്ക് ഇപ്പോൾ ഒരു 5-6 ദിവസം ഇങ്ങനെ അടുപ്പിച്ച് അവധി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഹരത്തിലായിരിക്കും. അപ്പോൾ ആരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു കൈൻഡ് ഓഫ് ഒരു ചടപ്പുണ്ടാവും. പക്ഷേ പോട്ടെ, പക്ഷെ നമുക്ക് എന്താ അൾട്ടിമേറ്റ് നമുക്ക് പഠിക്കണമല്ലോ. പിന്നെ പേടിക്കണടാ, സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. കാരണം എന്താ, സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യും, സബ് ജില്ല കലോത്സവം സ്റ്റാർട്ട് ചെയ്യും, സബ് ജില്ല ആർട്സ് സ്റ്റാർട്ട് ചെയ്യും. അതിനല്ലേ കലോത്സവം, സബ് ജില്ല സ്പോർട്സ്, സബ് ജില്ല ആർട്സ്, സബ് ജില്ല ശാസ്ത്രമേള. അതിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് ജില്ലാ ശാസ്ത്രമേള, അങ്ങനെ ജില്ലാ സ്പോർട്സ്, ജില്ലാ ആർട്സ്, അങ്ങനെ പിന്നെ ഇനി സ്കൂളിൽ മൊത്തം വൈബ് അന്തരീക്ഷമായിരിക്കും. പിന്നെ എന്താണ്, ക്രിസ്മസ് എക്സാമിന് തൊട്ട് മുമ്പായിട്ട് പല സ്കൂളുകൾക്കും എന്ത് ചെയ്യും, ട്രിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. സോ നിങ്ങൾ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാം, നമുക്ക് ചില്ലായിട്ട് പഠിക്കാം. പേടിക്കണടാ, നമ്മളുണ്ടായതുകൊണ്ട് പിന്നെ നിങ്ങൾ എന്തിനും ടെൻഷൻ. നമ്മളെന്ത് ചെയ്യാം, നമ്മളെ ക്ലാസ് കറക്റ്റ് പക്കായിട്ട് അടിപൊളിയായിട്ട് ഫോളോ ചെയ്താൽ മതി. സോ ബാക്ക് ടു സ്കൂൾ എന്നുള്ള ഒരു സാധനം എന്ത് ചെയ്യണം, നമ്മൾ മൈൻഡിൽ വേണം. കാരണം സെപ്റ്റംബർ 23 മൺഡേ സ്കൂൾ തുറക്കുകയാണ്. പക്ഷേ അപ്പോഴും ചില സ്കൂൾ എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കം ചില സ്കൂളുകൾ സെപ്റ്റംബർ 23 സ്കൂൾ തുറക്കാൻ മേ ബി ചാൻസ് ഇല്ല. പക്ഷേ അധിക കുട്ടികൾക്കും സെപ്റ്റംബർ 23 തന്നെ തുറക്കും. കാരണം ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ മമ്പാട്, തിരുവാലി പഞ്ചായത്തുകളിലെ കുറച്ച് വാർഡുകളിലുള്ള കുറച്ച് സ്കൂളുകളുണ്ട്. അവിടെ ഒരാഴ്ച മുമ്പ് നിപ്പ വന്നിട്ടുണ്ടായിരുന്നു. നിപ്പ വന്നിട്ട് ഈ 2 പഞ്ചായത്തിലെ ഏതാനും ചില വാർഡുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെയ്ൻമെൻറ് സോൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശത്തുള്ള സ്കൂളുകൾക്കൊക്കെ അതത് പഞ്ചായത്തുകളിലെ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ അതത് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്കും എന്ത് ചെയ്യാം, തീരുമാനിക്കാം എന്ന് സ്കൂൾ റീ ഓപ്പൺ ആക്കണമെന്നുള്ളത്. മേ ബി അവരും ചിലപ്പോൾ എന്ത് ചെയ്യാം, തിങ്കളാഴ്ച തുറക്കാം. അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് തിങ്കളാഴ്ച മേ ബി തുറക്കാം, അല്ലെങ്കിൽ എന്ത് 1-2 ദിവസം കഴിഞ്ഞിട്ടേ തുറക്കാൻ ചാൻസ് ഉള്ളൂ. എനിവേ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും, സെപ്റ്റംബർ 23 തിങ്കളാഴ്ച സ്കൂൾ തുറക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്കൂൾ തുറക്കുന്ന അന്നേ ദിവസം മുതൽ തന്നെ എഡ്യൂപോർട്ടിനോട് കൂടെ എന്ത് ചെയ്യണം, വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ടാമതൊരു പുനർജീവനം എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓണം എക്സാം നമ്മൾ എങ്ങനെയാണോ ഉഷാറാക്കിയത് അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിസ്മസ് എക്സാം എന്ത് ചെയ്യണം, അടിപൊളിയാക്കണം. അതിനേക്കാൾ ടോപ്പ് ലെവൽ നമുക്ക് എന്ത് ചെയ്യണം, കൊല്ല പരീക്ഷ എന്ത് ചെയ്യണം, ഉഷാറാക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുമിച്ച് പ്രവർത്തിക്കണം. സോ നിങ്ങൾ നമ്മളെ കൂടെ കൂടണം. നമ്മൾ ഓൾറെഡി നിങ്ങളുടെ കൂടെയാണ്. സോ ഡോണ്ട് വറി. സോ നമുക്ക് എന്ത് ചെയ്യണം, അടിച്ചു പൊളിക്കണം, മിന്നിക്കണം, തകർക്കണം, തിമിർക്കണം, വൈബാക്കണം, പൊളിയാക്കണം, അതിൻ്റെ മച്ച് മോറാക്കണം. ഓൾ ദി ബെസ്റ്റ്.